ആസ് എ മ്യൂസിഷ്യൻ അങ്കിളിന് കൂടുതൽ തീർച്ചയായിട്ടും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ആദ്യം ഒരു മ്യൂസിക് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ലിറിക്സ് എഴുതുമ്പോഴാണോ? രണ്ടും ഇഷ്ടമാണ് ചെയ്യാൻ. രണ്ടും വളരെ നന്നായി ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. കാരണം നമ്മൾ ഒരു ട്യൂൺ ഇടുമ്പോൾ നമ്മൾ ട്യൂണിൽ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ അല്ലേ? ഒരു നല്ലൊരു ട്യൂൺ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ എന്തെങ്കിലും ട്യൂൺ വായത്തൊന്ന് പാടാം. അങ്ങനെ അപ്പോൾ നമ്മൾ അതിൽ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അതേ സ്ഥലത്ത് ഒരു ലിറിക്ക് കിട്ടുന്ന എന്തെങ്കിലും ലിറിക്ക് പറഞ്ഞേ, എന്തെങ്കിലും ഒരു വാക്ക് മതിയോ? നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും നിനക്ക് ഇഷ്ടം പറ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഓക്കെ, അത് മതി. അപ്പോൾ നമ്മൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുള്ള വാക്കുകളിലായിരിക്കും നമ്മുടെ ശ്രദ്ധ അല്ലേ? അത് ട്യൂണിലായിരിക്കില്ല. അപ്പോൾ അത് കിട്ടിയാൽ നമ്മളെ മനസ്സിനകത്ത് എങ്ങനെയായിരിക്കണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാൻകിടാവേ, നമ്മൾ ആ ട്യൂണിലായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാൻകിടാവേ, അങ്ങനെ എങ്ങനെ മനസ്സിലാക്കുക? അത് വളരെ സിമ്പിളും. ഇപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാൻകിടാവേ, അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും ആ ട്യൂണിനേക്ക് ഉപരി നമ്മൾ ലിറിക്സിലായിരിക്കും നമ്മുടെ ശ്രദ്ധ ഉണ്ടാവുക ട്യൂൺ ചെയ്യുമ്പോൾ. അപ്പോൾ നല്ല പാട്ടുകൾ ഇപ്പോൾ ദക്ഷിണമൂർത്തി സ്വാമി കാലത്തും അല്ലെങ്കിൽ ദേവരാജ മാഷ കാലത്തും അവർ പാട്ടിനേക്കാൾ കൂടുതൽ ട്യൂണിനേക്കാൾ ഉപരി അവർ കവിതകളിലാണ് ശ്രദ്ധിച്ചത്. ചില കവിതകൾക്ക് പിന്നെ ട്യൂൺ വല്ലാണ്ട് ഇടാൻ പാടില്ല, ഒരു അടിവാരം മാത്രം. ഇപ്പം ഉദാഹരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എങ്ങനെയായിരുന്നു ട്യൂൺ? അല്ല അതിന്റെ ഒരു പാട്ടുണ്ടല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാൻകിടാവേ. അത് വളരെ സിമ്പിൾ അല്ലേ? അല്ലേ? അതൊരു പാട് കൊനിഷ്ഠ സാധനങ്ങൾ ഇട്ടാൽ ആ പാട്ടിന്റെ സുഖം പോകും, അല്ലെങ്കിൽ ലിറിക്കിന്റെ സുഖം പോകും. അപ്പൊ അതൊരു വലിയൊരു ചാലഞ്ച് ആണല്ലേ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ? ലിറിക്സിനും മാക്സിമം രണ്ടിനും ഒരേപോലത്തെ സ്പേസ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ പിന്നെ ലിറിക്സ് കമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ലിറിക്സിന്റെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കും. പിന്നെ നമ്മൾ അതിനകത്തുണ്ടാവും ഒരു ട്യൂൺ, അത് തന്നെയായിരിക്കും അതിൽ അത് മാച്ച് ആവുള്ളൂ. നമ്മൾ ബാക്കിയൊക്കെ ചെയ്യുന്നൊക്കെ ആർട്ടിഫിഷ്യലായിരിക്കും. നമ്മൾ അറിയാണ്ട് അതിനകത്തൊരു താളമുണ്ട്, ട്യൂണുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അങ്കിള് ദാസേട്ടനെ കൊണ്ട് ഒരുപാട് പാട്ടുകൾ തീർച്ചയായിട്ടും പാടിപ്പിച്ചിട്ടുണ്ട്. ദാസേട്ടൻ എന്ന് പറയുമ്പോൾ അങ്കിളിന് ഗുരുതുല്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ദാസേട്ടൻ്റെ സ്കൂളിലാണ് അങ്കിള് പഠിച്ചത്. അപ്പം ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ തമ്മിലുണ്ട്. ദാസേട്ടൻ പാടിയ പാട്ടുകളിൽ അങ്കിളിനൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട് ഏതായിരിക്കും? അങ്കിളിന് വേണ്ടി പാടിയ പാട്ടുകളിൽ പ്രത്യേകം ഒരു ഇഷ്ടം? മിക്ക പാട്ടുകളും എനിക്കിഷ്ടമാണ്, എല്ലാ പാട്ടുകളും ഒരുപാട് ഇഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പിന്നെ ഫിലിമിൻ്റെ പേര് മറന്നല്ലോ, വാസന്തി ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്, ദാസർ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, ആലിലക്കണ്ണ എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പോൾ അതുമായിട്ട് നീ പറഞ്ഞതിനായിട്ടുള്ളൊരു ബന്ധമല്ല, എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞു. പിന്നെ അപ്പം ഒരുപാട് വർക്കുകളുള്ള സമയമാണ്, ഒരു 5-6 സിനിമയുടെ വർക്കുകളായിരിക്കും ഒരു ദിവസമൊക്കെ ചെയ്യുന്നത്, അത്രയും തിരക്കുള്ള സമയമാണ്. പിന്നെ ഞാൻ മദ്രാസിൽ ദാസറിനെ പാടിക്കാൻ വേണ്ടി പോയി. ദാസറിനെ പാടിച്ച് ദാസർ പാട്ടെല്ലാം പഠിച്ച് ദാസർ വോയിസ് റൂമിനകത്ത് കയറി, ഞാൻ കൺസോൾ റൂമിലിരുന്നു. പുള്ളി ആലിലക്കണ്ണ 2 വരി പാടുമ്പോഴേക്കും ഞാൻ അങ്ങനെ കുഴഞ്ഞു പോയി തുടങ്ങി. അങ്ങനെ വിയർത്ത് അങ്ങനെ അല്ലല്ല അദ്ദേഹം പാടിങ്ങനെ, ഞാൻ മൈൻഡൊക്കെ മാറി ഞാൻ ഇങ്ങനെ ചെരിഞ്ഞ് പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ഹെഡ്ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഓടി വന്നു. അപ്പോഴും എന്നൊക്കെ ശരീരത്തൊക്കെ ഇങ്ങനെ പിടിച്ച് കുലുക്കി ഞാൻ വീണ്ടും നോർമലായി. അങ്ങനെ പിന്നെ എനിക്ക് ദാസറിനും പേടി, എനിക്കും പേടി. എന്നിട്ട് ദാസർ ഹോസ്പിറ്റലിൽ ആയത് ഡോക്ടറൊക്കെ വിളിച്ച് വന്ന് പിന്നെ ചെക്കപ്പ് നടത്തി. അപ്പോഴേക്കും ദാസർ ചിത്രേന സുജേന ആരൊക്കെ വിളിച്ച് അതിങ്ങനെ പറഞ്ഞു. എന്നുവെച്ചാൽ ഞാനും പേടിച്ചു കേട്ടോ. എന്നുവെച്ചാൽ പിന്നെ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് സ്ട്രെയിൻ ചെയ്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്, പ്രഷർ അങ്ങനെ എന്തോ.
പെട്ടെന്ന് ഈ പാട്ട് പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വന്നത് ആരില കണ്ണ എന്ന് പറഞ്ഞ പാട്ട്. അങ്കിള് പറഞ്ഞ പോലെ അത് ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്, ഭയങ്കര ഇമോഷണൽ വാല്യൂ ഉള്ള ഒരു പാട്ടാണ്. നമുക്കത് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു heaviness വരും. പിന്നെ തീർച്ചയായിട്ടും അങ്കിൾ ഒന്ന് പാടും എൻ്റെ 4 lines പ്ലീസ്. കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. ഉയിരിൻ വേദിയിൽ സ്വരകന്യകമാം നടമാടും ആലില കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. An experience.